നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവിടെ പച്ചക്കറി കൃഷി മാത്രമല്ല, പൂക്കളുടെ കൃഷിയൊക്കെ ഈ ഒരു ഓണക്കാലത്ത് പൂക്കളുടെ കൃഷിയൊക്കെ ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. ഈ ഒരു ഗ്രാമത്തിൽ സുനിൽ ചേട്ടൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഓണവിശേഷങ്ങൾ, എങ്ങനെയാണ് ഇവിടുത്തെ വിളവെടുപ്പ്, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് ഈ ഒരു കഞ്ഞിക്കുഴി ഗ്രാമം എങ്ങനെയാണ് ഇത്ര അറിയപ്പെട്ടത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനായിട്ട് നമുക്ക് സുനിൽ ചേട്ടൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് VP സുനിൽ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ പച്ചക്കറി തോട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഈ ഒരു തോട്ടം മാത്രമല്ല, ഒരു പൂക്കൃഷി കൂടെ ഉണ്ടല്ലേ? ഓണം. അതെ, പച്ചക്കറിയാണ് പ്രധാന. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് VP സുനിൽ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ പച്ചക്കറി തോട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ ഈ ഒരു തോട്ടം മാത്രമല്ല, ഒരു പൂക്കൃഷി കൂടെ ഉണ്ടല്ലേ? ഓണം. അതെ, പച്ചക്കറിയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ നമ്മൾ ഓണത്തിന് പോവുകയും ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് പച്ചക്കറി കൃഷിയിൽ സജീവമാണ്. ഏകദേശം 7 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ കൃഷിയുണ്ട്. അതിൽ പ്രധാനമായിട്ടും പച്ചക്കറികളാണ്. പച്ചക്കറി എന്ന് പറയുമ്പോൾ പാവലും പടവലവും പയറും, പിന്നെ വെള്ളരിയും മത്തനും ഇളവനും ഒക്കെ, അങ്ങനെ വഴുതനയും പച്ചമുളകും തക്കാളിയും ഒക്കെ ചെയ്തുകൊണ്ട് 10-12 ഇനം പച്ചക്കറികൾ നമ്മൾ ഈ ഓണത്തിന് മുന്നിൽ എത്തിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മൾ പൂക്കൃഷിക്ക് ഒരു പ്രാധാന്യം കൊടുത്തത്. പൂക്കൃഷി ഈ വർഷം തുടങ്ങിയതാണോ? പൂക്കൃഷി നമ്മൾ 5 വർഷമായിട്ടുണ്ട്, സ്ഥിരമായിട്ട്. ഓക്കെ. അപ്പം എങ്ങനെ പോകുന്നു ഈ ഓണക്കാലത്തെ ഉത്രാടം, ഓണം വിപണിയൊക്കെ? നേരത്തെക്കാളും കൂടുതലാണോ കുറവാണോ കച്ചവട ലാഭമൊക്കെ എങ്ങനെ പോകുന്നു? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം വന്നാലും അല്ലെങ്കിൽ ഏത് സമയം വന്നാലും നമ്മൾ 365 ദിവസം നമുക്ക് പച്ചക്കറി കൃഷി ഉള്ളതാണ്. ഓണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പച്ചക്കറി നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്നത് പൂക്കൃഷി ഓണത്തിന് മാത്രം ചെയ്യും. പച്ചക്കറി എന്ന് വെച്ചാൽ നമ്മുടെ 365 ദിവസം നമുക്ക് വിളവുണ്ടാകും. അപ്പോൾ ചില സമയങ്ങളിൽ ഓണം വരുമ്പോൾ വെച്ച് വില കൂടുതൽ കിട്ടും, മനസ്സിലായി? അപ്പോൾ ഓണത്തിന് വില കൂടുതൽ കിട്ടും എന്നുള്ളത് ഒഴിച്ചാൽ പച്ചക്കറി നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും നമ്മൾ ആദായകരമാണ്, കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് ഒരു വിഷയമല്ല. ചേട്ടൻ എത്ര വർഷമായി ഞാൻ ഈ മേഖല വന്നിട്ട് ഒരു 11 വർഷം. അപ്പം ചേട്ടൻ പാരമ്പര്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന? അല്ല, സ്വന്തമായിട്ട്? ഞാൻ ഒരു കയർ എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ സ്റ്റാഫായിരുന്നു. ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലെ സ്റ്റാഫായിരുന്നു. അവിടെ ആ സ്ഥാപനം ഒന്ന് നിശ്ചലമായപ്പോൾ മറ്റൊരു തൊഴിൽ തേടി വന്നപ്പോൾ സ്വയമായിട്ട് ഒരു തീരുമാനം എടുത്താണ് ഇങ്ങനെ പച്ചക്കറി കൃഷി എന്നുള്ളത്. അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ 50 സെന്റിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. 50 സെന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് 1 ഏക്കറായി, 2 ഏക്കറായി, 25 ഏക്കർ വരെ ഞാൻ കൃഷി ചെയ്ത സമയമുണ്ട്. ഇപ്പോൾ നമ്മൾ പറമ്പിലാണ് കൃഷി നടക്കുന്നത്. ആ സ്ഥലത്ത് ആയതുകൊണ്ടാണ് 7 ഏക്കർ. സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസമാണ്. ആ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ 20 ഏക്കറുള്ള സ്ഥലത്ത് കൃഷി ഉണ്ടാകും. അപ്പോൾ ഓണത്തിന് നവംബർ ഡിസംബർ ആകുമ്പോഴാണ് കൂടുതൽ കച്ചവടം കിട്ടുന്നത്? അല്ല, നമ്മുടെ കച്ചവടത്തിൻ്റെ അല്ല, നമ്മൾ കൃഷിയുടെ ഒരു സീസൺ എന്ന് പറയുന്നത് പാടത്ത് കൃഷിയാണ്. ആ നവംബറിൽ തുടങ്ങി അല്ലെങ്കിൽ ഡിസംബറിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കും. അതാണ് 6 മാസക്കാലം. ആ സമയത്ത് ഒരുപാട് വിളവ് ലഭിക്കും. പാടത്ത് കൃഷി ചെയ്താൽ കൂടുതൽ വിളവ് ലഭിക്കും. വളം കുറച്ച് മതി പാടത്ത്. അപ്പോൾ എല്ലാ ആൾക്കാരും ആ സമയത്താണ് കൃഷിയിലേക്ക് വരുന്നത്. ആ ഒരു 6 മാസം സീസണിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഭൂരിപക്ഷം കർഷകർ. ഞങ്ങൾ ഫുൾ ടൈം കർഷകരായതുകൊണ്ട് ഞങ്ങൾ 365 ദിവസം കൃഷി ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് ചീരക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, തണ്ണിമത്തിന് വലിയ പ്രാധാന്യമുണ്ട്, കുക്കുംബറിന് പ്രാധാന്യമുണ്ട്, നമ്മളിവിടെ ചെയ്യുന്ന പൊട്ടുവെള്ളരിയുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ. അപ്പോൾ ചൂട് തുടങ്ങുന്ന സമയമാണ്. ആ ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തണ്ണിമത്തനും ക്ഷമാമായാലും പൊട്ടുവളരിയായാലും ഒക്കെ ഞങ്ങൾ ചെയ്യും. അതൊക്കെ
ഒരു മികച്ച വരുമാനം ലഭിക്കുന്ന കൃഷിയാണ്. അപ്പം ഇതിനു മുമ്പ് എന്തെങ്കിലും മുന്നൊരുക്കങ്ങളോ അങ്ങനെ ഈ കൃഷി വിളവെടുക്കുന്നതിന് മുന്നേ ആയിട്ട്? അല്ല, നമ്മൾ മുന്നൊരുക്കമായിട്ടൊന്നും ഇല്ല. നമുക്ക് ഒരു സ്ഥലം ഫ്രീ ആകുമ്പോൾ അടുത്ത സ്ഥലത്ത് ആ സ്ഥലത്ത് തുടർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുന്നൊരുക്കം എന്ന് വെച്ചാൽ പറമ്പ് നമ്മൾ ഒരുക്കണം, ട്രാക്ടർ വെച്ച് കൊടുത്ത് പറമ്പ് ഒരുക്കിയതിന് ശേഷം വളങ്ങളെല്ലാം സെറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഷീറ്റ് ഇട്ടിരിക്കില്ലേ, എന്ന് വെച്ചാൽ അത് ഫിസിഷൻ ഫാമിംഗ് ആണ്. ഫിസിഷൻ ഫാമിംഗ് വെച്ചാൽ നമ്മൾ ട്രാക്ടറിൽ ഒരു വെച്ച് മണ്ണൊരുക്കിയതിന് ശേഷം ആ വാട്ടിൽ നമ്മൾ ഒരു ലൈൻ പിടിക്കും. ലൈൻ പിടിച്ചിട്ട് കുമ്മായം കൊടുക്കും. കുമ്മായം കൊടുത്തതിന് ശേഷം അത് കോഴിവളം കൊടുക്കും. പിന്നെ പുറത്ത് ചാണകപ്പൊടി കൊടുക്കും. പിന്നെ വേപ്പ പിണ്ണാക്ക് കൊടുക്കും. അത്ര മണങ്ങൾ സെറ്റ് ചെയ്യും. നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം മണ്ണിട്ട് മൂടും. മണ്ണിട്ട് മൂടിയ ശേഷം നമ്മൾ ഇറിഗേഷൻ, വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഇറിഗേഷൻ പൈപ്പുകൾ സ്ഥാപിക്കും. ആ ട്രിപ്പ് ലൈനാണ്. അത് സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ മൾച്ചിങ് ഷീറ്റ് ഇടും. മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ അകത്ത് സ്ഥാപിച്ച പൈപ്പിന് 30 സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോളുണ്ടാവും. അപ്പോൾ ആ അകത്ത് കിടക്കുന്ന പൈപ്പിൻ്റെ ഹോളിന് അനുസരിച്ച് നമ്മൾ അവസാനം സ്ഥാപിച്ച മൾച്ചിങ് ഷീറ്റ്, അതായത് ഈ ഷീറ്റിൻ്റെ അതേ സ്ഥാനത്ത് നമ്മൾ ഹോളിട്ട് കൊടുക്കും. അത് അവിടെ തൈയാണെങ്കിൽ തൈ നടും, വിത്താണെങ്കിൽ വിത്ത് കുത്തും. അത് കഴിഞ്ഞാൽ പിന്നെ വളർന്നു വരിക, അത് അവരുടെ ജോലിയാണ്. ആ ജോലി അവർക്ക് വലുതാണ്. അത് വളരുക, കൂടുക, കായ തരിക, അതൊക്കെ അവരുടെ ജോലിയാണ്. അതിൻ്റെ പരിചരണങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഇപ്പോൾ കീടങ്ങളുണ്ടായാൽ അത് പരിചരിക്കണം. ഇപ്പം നമ്മൾ ജൈവ കീടനാശിനികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഇവിടെ ട്രാപ്പൊക്കെ ഇട്ടുണ്ട്, ഫെർമോൺ കടിയുണ്ട്. അതുകൊണ്ട് കായ്ച്ചകളും മറ്റ് പുഴുക്കളൊക്കെ, ചെറിയ ചെറിയ പ്രാണികളൊക്കെ, ചിത്തശലഭങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വന്നാൽ പിടിക്കാനുള്ള മഞ്ഞക്കണിയുണ്ട്, നീലക്കണിയുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ NPK പോലുള്ള നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ ഈ കൊറോണ സമയത്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? ആ സമയത്ത് നമുക്ക് വളരെ കഠിനമാണല്ലോ ഇത്. കൊറോണ സമയത്ത് പച്ചക്കറി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നില്ലായിരുന്നല്ലോ. അപ്പം ചേട്ടന് പുറത്തിറങ്ങി ചെയ്യാനായിട്ട് കർഷകർക്ക് പ്രത്യേക ഇളവ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറി കൊണ്ട് കടകളിൽ കൊടുക്കുവാനും നമ്മുടെ തോട്ടത്തിൽ വന്ന് വാങ്ങുന്നതിന് നമ്മൾ പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് അതിന് കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ നമ്മൾ കൊടുത്തു. നമുക്ക് കൊറോണ സമയത്തും പിന്നെ സൗജന്യ കൊറോണ കാലത്ത് നമ്മൾ ഒരുപാട് വീട്ടുകളിൽ എത്താത്തവർക്ക് ഓരോരുത്തരും വീടിന്റെ വാതിക്കെ കൊണ്ട് വെച്ച് കൊടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മൾ അവിടെ അവർ പിന്നെ അവർ ഗൂഗിൾ പേ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ കൂടുതൽ ആൾക്കാരും ഈ ഒരു മേഖലയിലേക്ക് വരാത്ത ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരാനുള്ള മടി കൊണ്ടാണോ അതോ പ്രോഫിറ്റ് കൂടുതൽ നഷ്ടം ഉണ്ടാവാൻ, ഈ മഴ വരുമ്പോഴൊക്കെ നഷ്ടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ടാണോ? എന്താണ് ചേട്ടൻ അങ്ങനെയുള്ള ആളുകൾ, ഈ ഒരു തലമുറയിലുള്ള ജനറേഷനിലുള്ള ആളുകളോട് എന്താണ്? അല്ല, ജനറേഷനിലുള്ള ആൾക്കാർ ഞാൻ ചോദിക്കട്ടെ, ഒരു കർഷകനെ കല്യാണം കഴിക്കുമോ? ഞാനോ? ഞാൻ കല്യാണം കഴിക്കാം. അതായത് നമ്മുടെ നാട്ടിലെ കർഷകനെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടാത്ത സ്ഥിതി നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു കർഷകന് പെണ്ണ് കൊടുക്കത്തില്ല. ഇന്നതൊക്കെ മാറി, ആ ലെവലെല്ലാം മാറി. ഇന്ന് കർഷകന് നേരെ നന്നായിട്ട് തൊഴിലെടുക്കുന്ന ഒരു 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ വരുമാനം 1 ലക്ഷത്തിന് മുകളിലാണ്. കൃഷി ഓഫീസർക്ക് 1 ലക്ഷമായിരിക്കും. അവിടെ പണിയെടുക്കുന്ന കർഷകന് ഒന്നിനും അധികം വരുമാനം ഇന്ന് ലഭിക്കുന്നത്. നേരെ തന്നെ ശ്രദ്ധിച്ച് കൃഷി ചെയ്യണം. അങ്ങനെ വിജയിച്ച ഒരുപാട് കർഷകരുണ്ട് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുണ്ട്. അപ്പോൾ കർഷകൻ ഇന്ന് സമൂഹത്തിൽ വലിയ വിലയുള്ള സമയമാണ്. ഇപ്പം പണ്ട് ഇടിച്ചു താഴ്ത്തപ്പെട്ട ഒരു ഭാഗമായിരുന്നു, പക്ഷേ ഇന്ന് വിലയാണ്. അതുകൊണ്ട് നല്ലൊരു കർഷകരെ സെലക്ട് ചെയ്യാൻ നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഏകദേശം ഒരു 10-16 വർഷക്കാലം ഇവിടെ നമ്മുടെ കഞ്ഞിക്കുഴിയിൽ കൃഷി ഓഫീസറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. TS വിശ്വൻ സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ സാറാണ് ഈ ഒരു സംരംഭത്തിനൊക്കെ തുടക്കം കുറിച്ച ഒരാളാണ് സാർ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സാറിന് എന്താണ് പറയാനുള്ളത്? സാറിന് ഇങ്ങനെ ഒരു മേഖലയിൽ തുടക്കം കുറിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? സാറിന് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട്? അതെ, പറഞ്ഞതുപോലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കൃഷിഭവൻ, എല്ലാ പഞ്ചായത്തുകളിലും കൃഷിഭവനുണ്ടല്ലോ, അത് 86 മുതലാണ്. അപ്പം അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ കൃഷി ഓഫീസറായിട്ടിരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ കൂടുതലും ചില പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. ഒന്ന്, ഈ പഞ്ചായത്തിൻ്റെ 1-ാം വാർഡായ പൊന്നിട്ടുശ്ശേരിയിൽ അവിടെ കേര സംരക്ഷണം എന്നൊരു സമ്പ്രദായം ഏർപ്പെടുത്തി. ആദ്യമായിട്ടാണ് ജനകീയ അടിത്തറയോടുകൂടി ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വാർഡിൽ ഒരു പരീക്ഷണം എന്ന് വേണേൽ പറയാം, മുഴുവൻ തെങ്ങ് കൃഷിക്കാരെയൊക്കെ വിളിച്ച് എല്ലാവരും ഇരുത്തി ഒരു സംഘം ഉണ്ടാക്കി. അതിന് ഫാർമേഴ്സ് ക്ലബ്ബ് എന്നാണ്. ഫാർമേഴ്സ് ക്ലബ്ബ് പൊന്നിട്ടുശ്ശേരി എന്ന സ്ഥലത്താണ്. പൊന്നിട്ടുശ്ശേരി ഫാർമേഴ്സ് ക്ലബ്ബിൽ തെങ്ങ് സംരക്ഷിക്കുന്നതോടൊപ്പം തെങ്ങിൻ്റെ ഇടവിളയായിട്ട് പച്ചക്കറികളും വാഴയൊക്കെ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ തെങ്ങിന് പ്രയോജനമുള്ളൂ എന്നുള്ള
നമുക്ക് പല ആളുകളും തരുന്ന ഉപദേശങ്ങളും വായിക്കുന്നതും പിന്നെ കൃഷിക്കാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ആശയങ്ങളും ഒക്കെ സ്വരൂപിച്ചിട്ടാണ് ഒരു കാർഷിക വിപ്ലവം പൊന്നിട്ടുശ്ശേരി നടന്നത്. അന്ന് കൃഷിമന്ത്രി വി രാഘവൻ സാർ അത് വളരെ ഏറ്റെടുക്കുകയും ഹേലി സാർ ഹേലി ഇപ്പോൾ ഡയറക്ടർ എന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മാതൃക അതുപോലെ വിജയകരമായിരുന്നു. പൊന്നിട്ടുശ്ശേരി കേര സംരക്ഷണ യജ്ഞം എന്നൊക്കെ അതിന് പേര് കൊടുത്തു. അപ്പോൾ ആ മാതൃക സംസ്ഥാനത്തെ മുഴുവൻ കൃഷിഭവനുകളിലും വാർഡുകളിലും നടപ്പാക്കാനായിട്ട് ഞങ്ങളുടെ ഭരണഘടന, ഈ ഫാർമേഴ്സ് ക്ലബിൻ്റെ ഭരണഘടന ഗവൺമെൻറ് വാങ്ങിയിട്ട് FIB വഴി എല്ലായിടത്തും അയച്ചു കൊടുത്തു. അപ്പോൾ അതങ്ങനെ ഒരുപാട് ആളുകൾ കാണാനും വരാനും അങ്ങനെ പൊന്നിട്ടുശ്ശേരി കഞ്ഞിക്കുഴിയുടെ ഒരു ഭാഗമാണ്, ആളുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് PP സ്വാതന്ത്ര്യം, അദ്ദേഹം നല്ല കൃഷി ധാരണയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പൊന്നിട്ടുശ്ശേരിയുടെ യജ്ഞത്തോടുകൂടി സഹകരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പഞ്ചായത്ത് മുഴുവൻ ഈ പൊന്നിട്ടുശ്ശേരിയിൽ പച്ചക്കറി വികസന മാതൃകകൾ അല്ലെങ്കിൽ എല്ലാ വീട്ടിലും പച്ചക്കറി ചെയ്യിപ്പിച്ചുകൊണ്ടൊരു പരിപാടി, ഉപയോഗിക്കുന്നവരെല്ലാം ഉൽപ്പാദകരും കൂടി ആവട്ടെ എന്നുള്ളത്. അപ്പോൾ ആ നിലയിലേക്ക് പറഞ്ഞുകൊണ്ട് പിന്നെ ജൈവമാകണം. അപ്പോൾ അന്ന് ജൈവ കൃഷിയെ പറ്റിയൊക്കെ പറഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായി. ഇപ്പം ഞങ്ങളത് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ കൃഷി ഉദ്യോഗസ്ഥൻ്റെയൊക്കെ ആവശ്യം. അപ്പം അങ്ങനെയാണ് ജനങ്ങളെല്ലാം 6000 വീടുകളിലും പച്ചക്കറി വിത്ത് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു വലിയ ഭഗീരഥ നടത്തി. അത് വിജയിച്ചു. പിന്നെ ജനകീയാസൂത്രണം വന്നപ്പോഴത്തേക്കും ജനകീയ പച്ചക്കറി കൃഷി എന്നുള്ള നിലയിൽ കഞ്ഞിക്കുഴി അല്ലാതെ മറ്റ് പഞ്ചായത്തുകളിലും അത് നടപ്പാക്കി. അപ്പോൾ പിന്നെ കിട്ടുന്ന സഹായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഈ പച്ചക്കറി വികസിപ്പിക്കുന്നതിനായിരുന്നു ശ്രമം. ആ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ആ മാറ്റത്തിൻ്റെ ആ തുടക്കം, ആ വികസന മാതൃക ഇന്നും തുടരുന്നു എന്നുള്ളതാണ് കഞ്ഞിക്കുഴി. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ ഓണത്തിന് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വാസ്തവത്തിൽ ഈ കഞ്ഞിക്കുഴിയിലെ ഓണക്കാല കൃഷി വിശേഷങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും പച്ചക്കറികളാണ് കുറേ നാളായിട്ട് തുടർന്നു പോകുന്നത്. അതോടൊപ്പം നമ്മൾ പൂക്കൃഷിക്ക് ചില മാതൃക കാണിച്ച ഒരു പഞ്ചായത്താണ്. പൂക്കൃഷി സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറ്റിമുല്ല തൈ കൊടുത്തുകൊണ്ടാണ്. ആദ്യം മുല്ലഗ്രാമമായിരുന്നു, പൂക്കൃഷി ഗ്രാമം, മുല്ലഗ്രാമം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സംഘങ്ങളൊക്കെയാണ്. ദുർഗ പൂക്കൃഷി സംഘം, വെള്ളിനിലം പൂക്കൃഷി സംഘം എന്നൊക്കെ പറഞ്ഞ് പൂക്കൃഷി സംഘങ്ങളുണ്ടായി. അത് സ്ത്രീകളെ ഉൾപ്പെടുത്തിയാണ്. അവർ തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയി ഈ പച്ചക്കറിയും പൂവും ഒക്കെ കൃഷി ചെയ്യുന്ന വലിയ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനമാണ് അതിൽ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക്, പച്ചക്കറിയിലേക്കും പൂവിലേക്കും. അതുപോലെ കുരുമുളക്, എല്ലാ മരങ്ങളിലും കുരുമുളക് ഇടിക്കണമെന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. അതുണ്ടായി. പിന്നെ വന്ന് പാടത്തൊക്കെ കൃഷിയൊക്കെ കുറഞ്ഞു വരുന്നത്. ഒരു 6-7 പാടശേഖരങ്ങളുണ്ട്, വലിയല്ല ചെറിയ. അപ്പോൾ ആ പാടശേഖരങ്ങളിലൊക്കെ കൃഷി ഇല്ലാതെ കിടന്നതാണ്. അവിടെയൊക്കെ കൃഷി ചെയ്യിച്ചുകൊണ്ട് നെല്ലുൽപാദക സംഘങ്ങളുണ്ടായി. ഗ്രൂപ്പ് ഫാമിങ്ങിൽ നെല്ലുൽപാദക സമിതികൾ 7 എണ്ണം ഉണ്ടായി. അപ്പോൾ അവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി. പിന്നെ പാടത്ത് പച്ചക്കറി തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഒരു കാർഷിക മുന്നേറ്റം ഈ പഞ്ചായത്തിൽ ഉണ്ടായതാണ്. അപ്പോൾ ഈ കുറ്റിമുല്ലയുടെ കാര്യം ഞാൻ പറഞ്ഞു. കുറ്റിമുല്ല എല്ലാ വീടുകളിലും ഒരു SC/ST വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേക സ്കീം പ്രകാരം ഏതാണ്ട് 250 മേൽ കുടുംബങ്ങൾക്ക് 1 സെൻറ്റിൽ 2 സെൻറ്റിൽ 4 സെൻറ്റ് 5 സെൻറ്റ് വരെ ഒരു 100 തൈ വരെ മാക്സിമം കൊടുത്തുകൊണ്ട് കുറ്റിമുല്ല ഉണ്ടാക്കി. കുറ്റിമുല്ല കൃഷി ചെയ്തു. തമിഴ്നാട്ടിലൊന്നും വന്ന നല്ല കുറ്റിമുല്ല തൈകൾ, ആരോഗ്യമുള്ള തൈ. ഇതിനു മുമ്പ് ഈ കുറ്റിമുല്ല വലിയ മുല്ലയൊക്കെ കഴുകിയ ചെണ്ടുമല്ലി, വള്ളിമല്ലിയൊക്കെ. അപ്പോൾ കുറ്റിമുല്ല ആദ്യം കാണുന്നത് ഈ പദ്ധതി നടപ്പാക്കിയപ്പോഴാണ്. അപ്പോൾ അത് പൂക്കൾ 8, 10, 20, 100 ഒക്കെ പൂ ഉണ്ടാകുമ്പോൾ അത് അവർ പിള്ളേരൊക്കെ പറിച്ചെടുത്ത് കളയുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഗുണമില്ല, പ്രയോജനം വരണമല്ലോ. അപ്പോഴാണ് ഒരു സംഘം ഉണ്ടാക്കി. ആ സംഘം ഇവരുടെ പൂ മേടിക്കും. അത് ചിലപ്പോൾ 100 ഗ്രാം ആവും, ചിലപ്പോൾ 100 എണ്ണമാവും, ചിലപ്പോൾ 10 മുട്ടുപോലെ കൊച്ചു കുട്ടികൾ പറിച്ചുകൊണ്ട് വന്ന് ഈ സംഘത്തിൽ കൊടുക്കും. അവർക്ക് ആഴ്ച തോറും അവർക്ക് പൈസ കൊടുക്കും. അങ്ങനെ ഇവർ ഈ പൂ ശേഖരിച്ച് ചേർത്തല, ആലപ്പുഴയുള്ള കടകളുണ്ട്, വലിയ കട. ഇതൊന്നും സർക്കാരിൻ്റെ കയ്യിലൊന്നും മാർഗ്ഗങ്ങളില്ല, അന്നൊരു ഇതിനൊരു സ്കീമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പൂ കൊണ്ടുപോയി അവർ ആ കടയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ 2 കിലോ, 5 കിലോ, 10 കിലോ വരെയൊക്കെ ഈ ഗ്രാമത്തിൽ നിന്ന് പൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരവരോട് ചോദിച്ചു, നിങ്ങൾ കളറില്ലേ, കളർ ചെയ്യാൻ വയ്യല്ലെന്ന് ചോദിച്ചു. അപ്പോൾ കളറ് എന്ന് പറയുമ്പോൾ അവർക്ക് ആദ്യം മനസ്സിലായില്ല. കളറൊന്നും ഉദ്ദേശിച്ച് ഈ ബന്ദിപ്പൂവ്, വാടാമല്ലി, കോഴിപ്പൂ, ഇതിനൊക്കെ കളറെന്ന അവരുടെ ഭാഷ. ഇതൊക്കെ വാസ്തവത്തിൽ ആ പൂ ഈ ഇപ്പോൾ കാണുന്ന ഈ മുല്ല വിപ്ലവമൊക്കെ ഈ ജമന്തിയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് ചേർത്തലയിലെ ഒരു ചെത്തിക്കാട് ഫ്ലവർ മർച്ചൻ്റുണ്ട്. അപ്പോൾ അയാളുടെ ഒരു ആവശ്യമാണ് കളർ പുഷ്പങ്ങളില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഉടനെ ഇവർ അത് തിരിച്ചറിഞ്ഞു. ഇവിടെ വന്ന് അതിനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾ മുല്ല അന്ന് ബന്ദി തൈകൾ, അന്ന് ബന്ദി എന്നാണ് ഇവിടെ പറയണം, ജമന്തി എന്നും ഒക്കെ പറയും. ബന്ദി നല്ല തൈകൾ
കുറേ സംഘടിപ്പിച്ചു. പിന്നെ അത് എല്ലാവരും കളർ ചെയ്ത് ഒരു ചാക്കിലൊക്കെ കെട്ടി പൂവും കൊണ്ട് ആ കടയിൽ ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. ഈ കുറ്റിമുല്ല കൂടി വന്ന ഒരു കൂടിലാണ് കൊണ്ടുപോകുന്നത്. ഇതല്ല, ഒരു ചാക്ക് പൂവ്, ഒരു ചാക്ക് പൂവായിട്ടൊക്കെ ചെന്നപ്പോഴത്തേക്കും കടക്കാർ വരെ സമ്മതിച്ചു. അത് നല്ല ബന്ധം, നല്ല റിലേഷനായിരുന്നു ഈ കൃഷിക്കാരും അവരും ഒക്കെ ആയിട്ട്. കുറച്ചു കാലം തുടർന്നു. പിന്നെ ഈ ബന്ധം എപ്പോഴും കിട്ടില്ലല്ലോ, ഇതൊരു സീസണാണ്. അപ്പം അവർ തന്നെ മാർഗം കണ്ടുപിടിച്ച് ഇതിൻ്റെ കമ്പ് മുറിച്ചിട്ട്, ഈ ബന്ദിയുടെ അടിയിലുള്ള കമ്പ് മുറിക്കും, ശാഖകൾ മുറിച്ചിട്ട് ചെറിയ നീളത്തിലായിട്ട് കുളത്തിൻ്റെ സൈഡിൽ കുത്തിവെക്കും. ഒരാഴ്ച കഴിയുമ്പോൾ നിറയെ വേര. അപ്പോൾ ബന്ദിയുടെ തൈ വാങ്ങി നടുന്നതിനേക്കാൾ വേഗത്തിൽ ഈ ബന്ദിയുടെ കഷ്ണങ്ങളുണ്ട്, ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്തിനെ സഹായിക്കുന്നില്ല. അങ്ങനെ ആയപ്പോൾ കുറേയേറെ വ്യാപിച്ചു. അങ്ങനെ ഇവിടെ അറിയപ്പെടുന്ന അവാർഡുകളൊക്കെ പ്രത്യേകിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു സരസ്വതിയമ്മ എന്ന് പറയുന്ന അവരുടെ കൂടെ ഒരുപാട് സ്ത്രീകൾ, വെള്ളിനിലത്ത് തോമസ്, സത്യപാലൻ തുടങ്ങി ഒരുപാട് പേരെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പൂക്കൃഷി അത് പിന്നീട് അതെല്ലാം ഈ ചെറിയ ചെറിയ ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം ഒരുപാട് ഭൂമിയുള്ളവരില്ലല്ലോ. ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒന്നുമല്ല പൂക്കൃഷി. പൂക്കൃഷി ഈ വീട്ടിലെ ഒരു കൗതുകത്തിനും അവരുടെ ജോലികൾക്കിടയിൽ അല്പസ്വല്പമൊക്കെ 10, 20, 50 ചെടികൾ വെച്ചുള്ളതായിരുന്നു. അതൊരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് മാത്രമേ തുടർന്നു. അപ്പോഴാണ് ഈ പച്ചക്കറിയിൽ നമ്മൾ ഒരു ശ്രദ്ധയെല്ലാം നേരെ പച്ചക്കറിയിലേക്ക് പോയി. പച്ചക്കറിയുടെ ഒരു വലിയ ഉത്സവവും ബഹളവും ഒക്കെ ആയി അങ്ങനെ നടന്നവരൊക്കെ തന്നെ പിന്നീട് അവർ തന്നെ പല തമിഴ്നാട്ടിലൊക്കെ പോയി വലിയ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് വീണ്ടും ഈ ബന്ദിയുടെയൊക്കെ തൈകൾ, വാടാമല്ലിയുടെ തൈകൾ, കോഴിപ്പൂവിൻ്റെ തൈകൾ, അതുപോലെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് വ്യാപകം. അതെല്ലാവരും അല്ല, മറ്റതെല്ലാം ഒരു കൊച്ചു വീട്ടിലെ ഒരു സ്വന്തം കൃഷി എന്നെങ്കിൽ ഇവർ ഈ സുനിലിനെ പോലെയും സുജിത്തിനെ പോലെ അല്ലെ സുബേശനെ പോലെയൊക്കെ കുറേ കൃഷിക്കാരുണ്ട്. ജ്യോതിഷ്, അവർ ഒരു പേര് പറയാനാണെങ്കിൽ 10-100 പേരുടെ പേര് പറയാൻ കഴിയും. അവരെല്ലാം ഒരു 1/2 ഏക്കർ, ഇപ്പോൾ കണ്ട ഈ സുനിൽ തന്നെയാണെങ്കിലും 1 ഏക്കറിനടുത്ത് അദ്ദേഹത്തിന് ബന്ദി കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഒരു വലിയ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലെ കൃഷിയുടെ സ്വഭാവത്തിലേക്ക് വന്നു. അങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ ഈ തരത്തിൽ കളറായത്. അപ്പോൾ കളറായി എന്ന് പറഞ്ഞാൽ മതി കൃഷിയുടെ. അപ്പോൾ അതിൻ്റെ പച്ചക്കറിയിലും വലിയ പെരുമയാണ്. ഇപ്പോൾ മറ്റൊക്കെ ഒരു ലോറി വെള്ളരിക്ക, കുമ്പളങ്ങ, മത്തങ്ങയൊക്കെ ഇങ്ങോട്ടാണ് വന്നിട്ടിരുന്നു. ഇപ്പം ഇവിടുന്ന് കുഴിയിൽ നിന്ന് നമ്മുടെ ദേശീയപാതയുടെ സൈഡിൽ കൊണ്ട് കൂട്ടി വയ്ക്കും. ലോറി വന്നിട്ട് അത് നിറച്ചൊരു ലോറി ആയിട്ട് മറ്റേ തമിഴ്നാട്ടിലോട്ടല്ല പോകുന്നത്, ഇവിടെ തന്നെ കൂടുതൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ച കണ്ട്. അപ്പോൾ നമ്മുടെ മാറ്റം കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി ഉൽപ്പാദനം വാണിജ്യാടിസ്ഥാനത്തിൽ എത്രമാത്രം വളർന്നു വലുതായി വ്യാപ്തിയായി എന്നുള്ളതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഇത്തവണത്തെ ഓണത്തിൽ 2005 തിരുവോണത്തിൻ്റെ പറ്റി പറയുമ്പോൾ ഇവിടെ ധാരാളം സ്ഥലത്ത് 10-25 ഏക്കർ സ്ഥലത്ത് കമേഴ്ഷ്യലായിട്ട് ബന്ദിച്ചെടിയുണ്ട്. അതുപോലെ 100 ഏക്കറിലെങ്കിലും പച്ചക്കറികൾ, പാവല്, പടവെള്ളം, പയറ്, വെണ്ട, ചീര, മത്ത, വെള്ളരി ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ കൃഷി ഇവിടെ ഉണ്ടാണ്. ഇതെല്ലാം ഇവിടെ അന്ന് വാങ്ങുന്ന കഞ്ഞിക്കുഴിയിലെ പച്ചക്കറി ഒരു നാടൻ പച്ചക്കറിയാണ്, ജൈവ പച്ചക്കറിയാണെന്നുള്ളൊരു പേരുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഗ്രാമത്തിനുള്ളിൽ വരും. മുൻപ് ദേശീയപാതയുടെ സൈഡിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു. ഇപ്പോൾ ദേശീയപാതയുടെ വർക്ക് നടക്കണമുണ്ട്, അവിടെ അത്ര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചില ഉള്ളിലോട്ട് മാറിയൊക്കെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ വിൽപ്പന ഇവിടുത്തെ പച്ചക്കറികൾ പറിച്ച് ഇവിടെ തന്നെ വിൽക്കുന്നു. ഈ പൂക്കളൊക്കെ വലിയ വാണിജ്യാടിസ്ഥാനത്തിലുള്ളതായതുകൊണ്ട് ആൾക്കാർ പൂക്കട അങ്ങോട്ട് കൊണ്ട് കൊടുക്കണ്ട, അവർ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, ഓണവിശേഷം എന്ന് പറയാനാകും. എല്ലാ വീട്ടിലും അത്തപ്പൂക്കളെ ഇടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് പൂക്കൾ പറിച്ചുകൊണ്ട് പോയി ഒന്ന് വാങ്ങിക്കൊണ്ട് പോയി. അതൊരു വിപണനവുമാണ്, ആളുകൾക്ക് നല്ല പൂ ഇടാൻ കഴിയുന്നു. അങ്ങനെ ഓണം വിശേഷങ്ങളിൽ ഒരു സ്വാശ്രയത്വവും നല്ല പൂക്കളും നല്ല പച്ചക്കറികളും ഭക്ഷ്യമേഖലയിലും അതുപോലെ ആഘോഷത്തിനുമൊക്കെ നമ്മുടെ കൃഷി എങ്ങനെ ഉപയോഗപ്പെടുന്നതാണ്. കർഷകരും പൊതുജനങ്ങളും അവർ തമ്മിലൊക്കെയുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടി ജൈവമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ മുല്ലപ്പൂവിൽ തുടങ്ങി പിന്നെ ജമന്തിയിലേക്ക് വന്നു, പിന്നെ ഒരു സ്മോൾ സ്കെയിലിൽ തുടങ്ങി ഒരു ലാർജ് സ്കെയിലിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കഞ്ഞിക്കുഴി. അപ്പം ഇനി പുതിയതായിട്ട് എന്തെങ്കിലും, ഇപ്പം മുല്ലപ്പൂ കഴിഞ്ഞ് പിന്നെ കളർ പുഷ്പങ്ങൾ വേണമെന്ന് പറഞ്ഞ് കളർ പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ പുതിയ എന്തെങ്കിലും ഐഡിയാസ് ഇനി കൊണ്ടുവരാനായിട്ടുള്ള പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഇവിടുത്തെ കഞ്ഞിക്കുഴിയുടെ ഒരു പാരമ്പര്യം എനിക്കറിയാവുന്ന ദീർഘകാലം ഇവിടെ ഇരുന്നുകൊണ്ടാണ്. ഇവിടെ വാനില കൃഷി ചെയ്തവരുണ്ട്. വാനില കൃഷി അല്ല, ഇനി തുടങ്ങാനല്ല, പുതിയ കൃഷി തേടി ഒരുപാട് ഓടി തളർന്ന ആളുകളാണ്. കൊക്കോ കൃഷി ചെയ്തവരാണ്, വാനില കൃഷി ചെയ്തവരാണ്.
അപ്പോൾ ഈ പറഞ്ഞ പോലെ മൽബറി ചെടി വളരെ വ്യാപകമായിട്ട് ഈ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ചെയ്തവരാണ്. 1 ഏക്കർ 1 ഏക്കറൊക്കെ ചെയ്തു ഒരു കാലത്ത്. ഇപ്പോൾ അത് ഏതാണ്ടൊരു 10-25 വർഷത്തും ഒരു 20 വർഷത്തിലേറെയായി അത്. പക്ഷേ ആ പട്ടുനൂൽ ഈ പറഞ്ഞ കൊക്കോയ്ക്കും വാനിലയ്ക്കും നമ്മുടെ മൽബറി ചെടിക്കും ഒക്കെ കുറേ നാൾ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ചുരിമണലാണല്ലോ, നല്ലപോലെ വളം ചെയ്യണം. അപ്പോൾ നന്നായി വളം ചെയ്ത് കൃഷി ചെയ്യുക എന്നുള്ള ഒരു ഉൽപ്പാദന പ്രക്രിയയിലേക്ക് ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ കൊക്കൂണൊക്കെ സമയത്ത് വിൽക്കാൻ ഇവിടെ കൊക്കൂണെടുക്കുന്ന കടകൾ നൂലാക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടായി. ഇത് വളർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നവരിവിടെ ഉണ്ടായി. കഞ്ഞിക്കുഴിയിലെ മൽബറി കൃഷി മറ്റ് പല പഞ്ചായത്തിലും ചെയ്തെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അത് കൃഷിയും അതിൻ്റെ സംസ്കരണവും ഒക്കെ നടന്നൊരു പഞ്ചായത്താണ്. മുമ്പ് ചോദിച്ചല്ലോ ഇവിടെ എന്താണ് മാറ്റങ്ങളെന്ന്. ഇങ്ങനെ പല കൃഷിയിലൂടെ പല മാറ്റങ്ങളും കൊണ്ടുവന്ന ഒരു പഞ്ചായത്ത്. മാത്രമല്ല ഇപ്പം തന്നെ ഈ എക്സോട്ടിക് ആയിട്ടുള്ള പഴങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ പുതിയ പഴങ്ങൾ, പുതിയ മംഗോസ്റ്റിൻ, അതുപോലെ റംബുട്ടാൻ, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെ ഇപ്പോഴത്തെ വരുന്ന ആധുനിക പഴങ്ങളാണ്. ഇതൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ, സുജിത്തിനെ പോലുള്ള ആളുകൾ അതിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സർവീസ് സഹകരണ ബാങ്കുണ്ട്, അവർ ഈ കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു സ്കീം ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത്തരം എക്സോട്ടിക് ആയിട്ടുള്ള പുതിയ ന്യൂ ജനറേഷൻ പഴങ്ങളുടെ കൃഷിയാവാം. അതൊക്കെ എക്സ്പോർട്ടിങ് സാധ്യതയുള്ളതാണ്. പിന്നെ ഇവിടെ മത്തൻ, വെള്ളരി, കുമ്പളം, ഇതൊക്കെ ഈ ഇളവനൊക്കെ ഇതൊക്കെ ഒരുപാട് കുമ്പളങ്ങ കൊണ്ടൊക്കെ പേട ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇവിടെ നമ്മൾ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. പേട ഉണ്ടാക്കും, മിഠായി ഉണ്ടാക്കുന്നല്ലോ ഇവിടെ. അതിനൊക്കെ സാധ്യതയുള്ളതാണ്. ഇതൊക്കെ ഈ പറഞ്ഞ പേട ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പായസങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ അതായിട്ട് ഇപ്പം ഈ പറഞ്ഞ കായ്കളൊക്കെ വെള്ളരി വർഗത്തിൽപ്പെട്ട ഈ കായ്കളെല്ലാം കൃഷി ചെയ്ത് ഒരു സമയത്ത് ഉൽപ്പാദനം വരുമ്പോൾ അത് സൂക്ഷിച്ചു വയ്ക്കാനൊരു ലിമിറ്റുണ്ട്. പിന്നെ ഇതെല്ലാം ഡാമേജ് ആകും. അങ്ങനെ ഒരുപാട് ഡാമേജ് വന്ന കഥകളൊക്കെ ഉണ്ട് ഇവിടെ. നേരെ മറിച്ച് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് തേടിയാൽ നമുക്കിപ്പോൾ ബേക്കറികളൊക്കെ പണ്ടത്തെ 10-100 ഇരട്ടി ബേക്കറികൾ ഇപ്പോൾ ഉണ്ട്. ഇവിടേലൊക്കെ പോകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കരണ മാർഗങ്ങൾ, പുതിയ കാര്യങ്ങൾ, ഇതിലൊക്കെ വാസ്തവത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് വികസന വകുപ്പുകളും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷി വകുപ്പിനും അതിന് വേണ്ടത്ര ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പുതിയ കൃഷികൾ തേടണം. എല്ലാം നമ്മളിങ്ങനെ പരമ്പരാഗതമായിട്ട് ചെയ്ത കൃഷിയിൽ മാത്രം ഒതുങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ മുളക് കൃഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കരപ്പുറത്തും ഇവിടെയൊക്കെയുള്ള മുളക് കൃഷി, പച്ചമുളകൊക്കെ വാങ്ങുക എന്നുള്ളതാണ്. ആ പച്ചമുളക് പൊടിയൊക്കെ വാങ്ങുന്നതാണ്. അപ്പോൾ വിചാരിച്ചാൽ 1 ഏക്കർ, 1.5 ഏക്കർ, 2 ഏക്കറൊക്കെ ഇവിടുത്തെ പല ചെറുപ്പക്കാർ വിചാരിച്ച കൃഷി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ പേരിലേക്ക് വരുന്നില്ല എന്നാണ്. നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ആരും കൃഷിയിലേക്ക് കടന്നില്ല. നമ്മൾ എന്തായാലും അതിനെ കണ്ണടച്ചിട്ട് കാര്യമില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചെറുപ്പക്കാർ കൃഷി ചെയ്യുന്നത് കൊണ്ട് ചെറുപ്പക്കാരെല്ലാം കൃഷിയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. പലരും ഇപ്പോഴും അവരെല്ലാം PSC ടെസ്റ്റ്, നമ്മുടെ നല്ല കരുത്തരായ യുവാക്കൾ, കർഷകരുടെ മക്കൾ, അവരെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നതാണെന്ന് ചോദിക്കാം. ഞാൻ PSC ടെസ്റ്റ് പഠിക്കണമെന്ന്. പെൺകുട്ടികളും അതെ, അവരാണ് ഭൂരിഭാഗവും. പക്ഷെ അവരൊക്കെ ഈ PSC ടെസ്റ്റ് പാസ്സായി ഇങ്ങനെ ഒരു 10 വർഷം കാത്തിരുന്ന് ഓരോ വർഷം എഴുതി 5-10 വർഷം ആകുമ്പോഴാണ് ജോലി കിട്ടുക. ജോലി കിട്ടിക്കോട്ടെ, പക്ഷെ ഇതിനുള്ളിൽ ഈ ജോലി കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഭൂമിയിൽ ഒരു സെൻറ്റിൽ പോലും കൃഷി ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അവരെ നമുക്ക് ഉണർത്തണം. അപ്പോൾ അങ്ങനെ പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തീവ്രമായ പരിപാടി, ഒരു യജ്ഞം പോലെ നടത്താൻ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ കാലാവധി ആണ്ട് തീർന്നു. ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർ, പുതിയ ജനപ്രതിനിധികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ യുവാക്കളിലാണ് പ്രതീക്ഷ. ഇപ്പം നമ്മൾ കണ്ടതൊക്കെ, ഇപ്പോൾ കാണുന്ന കൃഷിക്കാരൊക്കെ ഒരു 50 വയസ്സിന് മേലോട്ടുള്ളത്. അവിടെ നമ്മുടെ 10-20 വയസ്സിന് മേലോട്ടുള്ള ഒരു 10-20 വർഷം അവർ ആജീവനാന്തം കൃഷി ചെയ്യേണ്ടി വരില്ല. അവരൊരു 10 വർഷം കൃഷി ചെയ്താൽ അവർക്കൊരു 30-40 വർഷത്തെ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനുള്ള ആധുനിക ഉപകരണങ്ങൾ. അതെ, പണ്ട് കൃഷി ചെയ്തവരൊക്കെ വലിയ തൂമ്പായും അതുപോലെ വളരെ പ്രാകൃതമായ കാർഷിക ഉപകരണങ്ങൾ കൊണ്ടാണ്. ഇന്ന് അതല്ല. ഇന്ന് എല്ലാത്തിനും കിളക്കാനും കുത്താനും കുഴിയെടുക്കാനും നനയ്ക്കാനും ജലസേചനത്തിനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മുടെ സ്ത്രീകളുടെ കൈ പോകുമായിരുന്നു അനുസരിച്ച്. ഇപ്പം അതൊന്നും വേണ്ട. ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, മൾച്ചിങ്, എന്തെല്ലാം രീതിയാണ്, പോളി ഹൗസ്, അതുപോലെ തന്നെ മഴമറ, അതുപോലെ തന്നെ പ്രസിഷൻ ഫാമിങ്. ഇതെല്ലാം അടിസ്ഥാനം കൃത്യമാണ്. പ്രസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യത കൃഷി എന്നാണ്.
ഒരു ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം കൊടുത്തുകൊണ്ട്, ഒരു ചെടിക്ക് ആവശ്യമുള്ള വളം കൊടുത്തുകൊണ്ട്, ഒരു ചെടിക്ക് ആവശ്യമുള്ള സ്പേസ് നൽകിക്കൊണ്ട് കൃഷി ചെയ്യുമ്പോൾ എല്ലാ പ്രകാരത്തിലും ലാഭമാണ്. ഉൽപ്പാദനം കൂടുമ്പോൾ നമ്മുടെ ലാഭവും കൂടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈസിയായിട്ട് പിന്തുടരാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വരും കാലങ്ങളിൽ നമ്മുടെ യുവാക്കളുടെ ശക്തി അറിഞ്ഞ്, യുവാക്കളുടെ താല്പര്യം ഉണർത്തിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ നടക്കുന്ന പരിപാടികൾ കുറച്ചുകൂടി പാഠ്യപദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി അധ്യാപകർ അതിൽ മനസ്സ് വെച്ച് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കട്ടെ. അവർ ധാരാളം പൂക്കളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് അദ്ദേഹത്തിൻ്റെ മെമ്മറീസും അദ്ദേഹം കൃഷി ഓഫീസർ ആയിരുന്ന സമയം തൊട്ട് ഇപ്പോൾ വരെ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത TS വിശ്വൻ സാറാണ്. എന്തായാലും താങ്ക് യു സാർ. എനിക്കും അറിയാത്ത ഒരുപാട് കൊക്കോ വാനില കൃഷിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം എനിക്ക് തോന്നുന്നു പുതിയൊരു തലമുറ ഈ ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എന്താണ് ആവശ്യം അവർക്കാണ് കുറച്ചുകൂടെ അറിയാവുന്നത്. അപ്പോൾ അങ്ങനത്തെ കൃഷി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം അദ്ദേഹത്തിന്റെ മെമ്മറീസിനൊക്കെ ഷെയർ ചെയ്ത് നമ്മളോടൊപ്പം നിന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ വീണ്ടും സുനിൽ ചേട്ടൻ്റെ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം പച്ചക്കറിത്തോട്ടം അല്ല, പൂക്കളുടെ ഒരു തോട്ടമാണ്. ഞാൻ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ചേട്ടൻ്റെ തോട്ടത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവിടെ തന്നെ അങ്ങ് ഒരു 10 ദിവസം നിന്നാലും 10 ദിവസം ഇവിടെ ആര് വന്നാലും ചേട്ടൻ ഫുഡ് കൊടുക്കുമെന്നാണ്. 10 പേർക്കുള്ള ഫുഡ് ചേട്ടൻ തയ്യാറാണ് അല്ലേ? അത് സാധാരണ ഫുഡൊന്നും അല്ല. എന്താ ഇന്ന് ഫ്രൈഡ് റൈസും മുട്ടക്കറിയോ? വൈകിട്ട് ഫ്രൈഡ് റൈസ്, മീൻകറി, മീൻ വറുത്തത്, പയറ്, അത് നല്ല ഫ്രഷ് പയറ്, തോട്ടത്തിൽ നിന്ന് പയറ്, അച്ചാറ്. അപ്പൊ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചിട്ട് ഇവിടെ തന്നെ അങ്ങ് നിന്നാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ കളർ പൂന്തോട്ടത്തിലേക്ക് പോവാം. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് ഈ പച്ചക്കറി തോട്ടത്തിന്റെ കൂടെ ഇങ്ങനെ ഓണക്കാലത്ത് 3-4 വർഷമായല്ലേ? നമ്മളിപ്പോ 5 വർഷമായി. കാരണം ഞാനൊരു ജനപ്രതിനിധിയായിരുന്നു. 2003 കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ TS വിശ്വൻ എന്ന് പറഞ്ഞൊരു കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു. BP സ്വാതന്ത്ര്യം TS വിശ്വൻ ഒരു കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിലൂടെ കേരളത്തിലെ ആദ്യമായിട്ട് പച്ചക്കറി എങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത്. അത് നമ്മൾ മറ്റുള്ള വളക്കൂറുള്ള മണ്ണുകളല്ല, ചൊരിമണല് വെച്ചാൽ പഞ്ചാര മണല്, വെള്ള മണല് പച്ചക്കറി കൃഷി ചെയ്താൽ വിജയിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത കൃഷിശാസ്ത്രജ്ഞനായിരുന്നു വിശ്വ സാറ്. അപ്പം ആ സമയത്ത് PP സ്വാതന്ത്ര്യം അധ്യക്ഷന് ശേഷമുള്ള 2000 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു, ഞാൻ ജയിച്ചു. ഞാൻ കൃഷിയുടെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുന്നു. അപ്പോൾ അന്ന് മുതൽ വിശ്വ സാറിൻ്റെ കൂടെ കൂടിയപ്പോൾ കൃഷിയോടുള്ള താല്പര്യം ഉണ്ടാകുന്നു. ഞാൻ അന്നൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുമായിരുന്നു. അന്ന് 2000 തൊട്ട് 2005 വരെ ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ 2003 ഞാൻ കൂടി ഇരിക്കുന്ന ഒരു ഭരണസമിതിയാണ് മുല്ലത്തോട്ടം പദ്ധതിക്ക് ആദ്യമായിട്ട് മുല്ലക്കൃഷിക്ക് പദ്ധതി തയ്യാറാക്കുന്നത്. ആ പദ്ധതി തയ്യാറാക്കി വമ്പിച്ച വിജയമായിരുന്നത്. അത് ഗ്രൂപ്പ് കൃഷിയൊക്കെ ആയിരുന്നു. ആ കൃഷിയിൽ വൻ വിജയം. അപ്പോൾ നമ്മുടെ മനസ്സിൽ പൂക്കൃഷി ഉണ്ടല്ലോ അന്ന് മുതലേ. പക്ഷേ ഇപ്പോൾ 5 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഓണം വരുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരു തോടൊക്കെ ഉള്ള സ്ഥലം, തോട്, പാടങ്ങളൊക്കെ ഉണ്ട്. പാടങ്ങളിൽ പൂക്കൾ പറിക്കാൻ പോകണം, ഒരു ശീല, ഓണപ്പൂ, തുമ്പപ്പൂ, അങ്ങനെ നാട്ടിൻപുറങ്ങൾ. പക്ഷേ ഇതെല്ലാം അന്യമായി ഇപ്പം. ഇപ്പം നമുക്ക് ഓണപ്പൂ ഇല്ല. നമ്മൾ തോട്ടുപക്കത്ത് ചെന്നാലും അവിടെ ചെന്നാലും ഓണപ്പൂവൊന്നും ഇല്ല. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ബന്ദി ആയാലും ജമന്തി ആയാലും അല്ലെങ്കിൽ വാടാമുല്ലയൊക്കെ അത് മറിച്ച് പിറ്റേ ദിവസം നമ്മൾ കൈ കിട്ടുന്ന 2-3 ദിവസം പഴക്കണം. അപ്പം ആ പൂവെല്ലാം ചത്തു അല്ലേ, 10 പോയി. പക്ഷേ ഇവിടുത്തെ പൂക്കളെല്ലാം ജീവനോട് നിൽക്കുന്ന, നമ്മുടെ ജീവനോട് പറിച്ചിട്ട് അത് ചത്ത പൂക്കളെ മാറ്റി ജീവനുള്ള പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കൾ ഇട്ട് എന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതീതി ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ചെറിയ രീതിയിൽ കൃഷി ചെയ്തു. ഇപ്പോൾ അത് 2.5 ഏക്കർ നിൽക്കുന്നു. 22,000-ഓളം വരുന്ന ചെണ്ടുമുല്ലയും 8,000-ഓളം വരുന്ന വാടാമുല്ലയും ചേർന്ന് 30,000-ഓളം വരുന്ന ചെടികളുടെ ഒരു സംഗമമാണ് ഈ പൂന്തോട്ടം.
അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു ജമന്തിയും വാടാമുല്ലയും ഇപ്പൊ അവിടെ സൺഫ്ലവറും എല്ലാം ഉണ്ട്. കുറച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനിയും കുറച്ചുകൂടെ വേറെ പുഷ്പങ്ങളൊക്കെ അല്ല, വെച്ച് വിപുലീകരിക്കാൻ. നമ്മളെ പുഷ്പങ്ങൾ വിപുലീകരിക്കുമ്പോൾ ഒരു കുഴപ്പം മാർക്കറ്റിംഗ് ആണ് പ്രശ്നം. അത് വെന്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന വിളവെടുപ്പാണ്. ഇപ്പോൾ റോസ പലരും ചോദിക്കുന്നതാണ്. റോസ പറഞ്ഞാൽ ലോങ്ങാണ്. അതായത് നമ്മൾ ശ്രദ്ധിച്ചാൽ 3-4 വർഷം വരെ നിൽക്കുന്ന ചെടിയാണ് റോസ് ചെടി. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് ഇത് വിൽപ്പനയില്ല. പിന്നെ ഷോയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ മാർക്കറ്റ് നമ്മൾ കർഷകർ നിലനിൽക്കണമല്ലോ. നിലനിൽപ്പിൻ്റെ ഒരു കൃഷി കൂടിയാണ് നമ്മുടെ. അല്ലാണ്ട് നമ്മൾ മാർക്കറ്റ് അറിയാണ്ട് കൃഷി ചെയ്താൽ എന്നെക്കൂട്ട് ഒരു കർഷകർ നിലനിൽക്കാനൊക്കത്തില്ല. അപ്പം മാർക്കറ്റ് അറിഞ്ഞ് കൃഷി ചെയ്യാം. പൂവായാലും പച്ചക്കറി ആയാലും എന്ത് വിളകളായാലും മാർക്കറ്റ് ഒരു പ്രധാനമാണ്. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലെങ്കിൽ കർഷകർ ആത്മഹത്യ ചെയ്യും. അത് പലയിടത്തും കാണുന്നത്. അപ്പം നമ്മളന്ന് ആ രീതി ചിന്തിക്കാണ്ട് നമ്മളെപ്പോഴും. ഇപ്പം ഞാനൊരു ഉദാഹരണം നിസ്സാരമായി പറഞ്ഞുതരാം. ഓണം വരുമ്പോൾ പച്ചക്കറിയും പൂക്കളും നിങ്ങൾ കണ്ടല്ലോ, കൃഷിയല്ലേ. വിഷു വരുമ്പോൾ കണിവെള്ളരിയും കണിമത്തനും ചീരയും പച്ചക്കറിയും ഉണ്ടാവും. നല്ല ചൂട് വരുന്ന സമയത്ത് തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും കുക്കുംബറും അടങ്ങിയിട്ടുള്ള ക്ഷമാം അടക്കമുള്ള പച്ചക്കറി ഫ്രൂട്ട്സ് ഉണ്ടാവും. ഇനി ഇത് കഴിയുമ്പോൾ മണ്ഡലകാലമാണ്. അതായത് ശബരിമല സീസണാണ്. ആ പച്ചക്കറി വലിയ പ്രാധാന്യമുള്ള സമയമാണ്. അതായത് നവംബർ ഡിസംബർ മാസത്തിൽ പച്ചക്കറിക്ക് വലിയ പ്രാധാന്യമുള്ള സമയം. ആ സമയത്ത് പച്ചക്കറി മാത്രമായിരിക്കും. അപ്പം മാർക്കറ്റ് അറിഞ്ഞത് കൃഷി ചെയ്ത് ഒരു കർഷകന് കൃഷി ചെയ്താൽ ഒരു കർഷകന് നഷ്ടം ഉണ്ടാകില്ല. നല്ല ലാഭത്തിൽ പോകാൻ പറ്റും. ഒരുപാട് ലാഭം ഇല്ലേലും നഷ്ടം ഉണ്ടാകത്തില്ല. അത് ഉറപ്പുള്ള കൃഷിയാണ്. അതുകൊണ്ട് കൃഷിയിലേക്ക് വരിക, കൃഷി കാണുക, കൃഷി പഠിക്കുക. വരും തലമുറ കൃഷിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ വൈറ്റ് കോളർ ജോബിൽ നിന്നും വേണ്ട മികച്ച വരുമാനം കിട്ടിയ ഒരുപാട് കർഷകരുള്ള നാടാണ് കേരളം. കേരളത്തിൽ കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റത്തിനൊപ്പം ചേരാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളുമായിട്ട് മെമ്മറീസ് ഷെയർ ചെയ്തതിന് താങ്ക് യു. അപ്പം ചേട്ടൻ്റെ ആ ഒരു സമയപരിമിതിയെ നമ്മൾ മാനിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഒരുപാട് പേര് പൂക്കൾ വാങ്ങിക്കാൻ വരുന്നുണ്ട്, അതുപോലെ കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിനെയൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു കഞ്ഞിക്കുഴിയിലെ കൃഷി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ചേട്ടാ ഫോർ ദ ടൈം.